ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കളർ മിക്സിങ് എങ്ങനെയാണ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു കളർ ചാർട്ടൊക്കെ നമുക്ക് ഇപ്പോൾ പെയിൻറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ആ ബോക്സിൻ്റെ കൂടെ കിട്ടിയത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതല്ലെങ്കിലും നമ്മൾക്ക് കയ്യിലുള്ള കളേഴ്സിനെ വെച്ചിട്ട് ഏതൊക്കെ കളർ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് കളറാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് ഉള്ള കളേഴ്സ് വെച്ചിട്ട് ഏതൊക്കെ കളറാണ് കിട്ടുക എന്നുള്ളത് ജസ്റ്റ് നമുക്കിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ അക്രലിക് കളേഴ്സും യൂസ് ചെയ്യാം, ഫാബ്രിക് കളേഴ്സും യൂസ് ചെയ്യാം. നമ്മളെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ടാണ് നമുക്ക് പെയിൻറ്റിങ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്രലിക് കളേഴ്സും ഫാബ്രിക് കളേഴ്സിൻ്റെയും ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കിക്കോളൂ. പിന്നെ എപ്പോഴും കളർ മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പാലറ്റ് ആവശ്യമാണ്. ഇപ്പോൾ പാലറ്റ് ഇല്ലയെന്നാണെങ്കിൽ ഏതെങ്കിലും വേറെ ഒരു പ്ലേറ്റോ നമുക്ക് ആവശ്യം, ഇപ്പം നമ്മൾ കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത എന്തെങ്കിലും പ്ലെയിൻ ആയിട്ടുള്ള ഒരു, അതായത് ഇങ്ങനെ പരന്നിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പാലറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം നമുക്ക് ഒരു കളർ എങ്ങനെയാണ് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് യെല്ലോ കളറാണ്. ഇത് ഫാബ്രിക്കിൻ്റെ യെല്ലോ ആണ്. ഈ ബ്ലൂ അടപ്പുള്ളതാണ് ഫാബ്രിക് പെയിൻറ്റിങ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് വേറെ കളേഴ്സ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ ഇത് ക്രോം യെല്ലോ കളറാണ്. ഓക്കെ, ക്രോം യെല്ലോ ഏതെങ്കിലും നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള ഏതാ കളറ് അതൊന്ന് വെച്ചിട്ട് നമുക്ക് ഒരു കളർ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു നോക്കട്ടെ, എന്താ കളറ് നോക്കട്ടെ, മെജന്ത കളറാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മെജന്തയാണ് കൂടുതലെടുത്ത് യെല്ലോനെക്കാട്ടും. ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിനിയിപ്പോൾ ഇത് ക്ലോത്തിൽ വരുമ്പോൾ ഏത് രീതിയിലാണെന്ന് നോക്കാം. വേറൊരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളത്. ഈ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് ഓരോ കളേഴ്സും എങ്ങനെയാണ് നമുക്ക് വേറെ കളേഴ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇനി അടുത്തൊരു കളർ നോക്കാം. ഇനി എപ്പോഴും ഓരോരോ കളറ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ബ്രഷ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തുടച്ചെടുക്കണം. ബ്രഷ് നന്നായിട്ട് തുടച്ചില്ലെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ ആ ഒരു ഡ്രോപ്പ് പോലും ഉണ്ടെങ്കിൽ നമ്മൾ ക്ലോത്തിൽ പരക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ക്ലോത്ത് ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാനിനി റെഡാണ് എടുക്കുന്നത്. റെഡിൻ്റെ കൂടെ നമുക്ക് യെല്ലോ മിക്സ് ചെയ്ത് നോക്കാം. ക്രിംസൺ റെഡും ക്രോം യെല്ലോവും. ഓക്കെ, രണ്ടും ചെറിയൊരു ഡ്രോപ്പ് മിക്സിങ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ്, അത്രയേ ഉള്ളൂ, അത്രേ ആവശ്യമുള്ളൂ. യെല്ലോ റെഡിൻ്റെ കൂടെ യെല്ലോ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു കളറ്, ഇപ്പോൾ യെല്ലോ കുറവായിട്ട് എടുത്തു കഴിഞ്ഞാൽ വേറൊരു കളർ, അങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇതിപ്പോൾ ഞാനിപ്പോൾ യെല്ലോ കുറച്ചെടുത്തിട്ടാണ് ഈ കളറ്, ഇനി കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് കളറാണ് കിട്ടുകയെന്ന് നോക്കാം. യെല്ലോ കൂടുതലെടുത്തപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു സ്കിൻ ടോണിൻ്റെ ഒരു കളർ, കുറച്ചും കൂടി ഒരു ഡാർക്കർ ഷെയ്ഡ് വന്നു. സ്കിന്നിൻ്റെയൊക്കെ ഒരു ഡാർക്കർ ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളത്. എപ്പോഴും നമ്മളിപ്പോൾ ഫാബ്രിക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കളർ മിക്സ് ചെയ്തിട്ടാണ് ഒരു ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണെങ്കിൽ ആ മിക്സ് ചെയ്ത് കളറ് കുറച്ചധികമായിട്ട് തന്നെ ഒരു ബോട്ടിലൊക്കെ മിക്സ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്, ഒരുപാട് സ്പേസ് കവർ ചെയ്യാനുണ്ടെങ്കിൽ. കാരണം ഇപ്പം നമ്മളിപ്പോൾ ചെയ്തു, ഇനിയിപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നാളെയൊക്കെയാണ് ബാക്കി ചെയ്യുന്നതെന്നാണെങ്കിൽ ചിലപ്പോൾ ആ ഷെയ്ഡ് കളർ മിക്സിങ്ങിൻ്റെ ഡിഫറൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിൽ, അതായത് പിക്ചർ
ഭയങ്കര വലുതാണെന്നാണെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാനിപ്പോൾ ഒരു ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ബ്ലൂവിൻ്റെ കൂടെയും യെല്ലോ മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് നല്ലൊരു ഷെയ്ഡ് കിട്ടും. ബ്ലൂവും യെല്ലോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കിട്ടുക. നല്ലൊരു ഗ്രീൻ കിട്ടും. എപ്പോഴും ബ്ലൂവും ഈ യെല്ലോവും കൂടി മിക്സ് ചെയ്യുന്ന നമുക്ക് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കിട്ടുക. ഇങ്ങനെ ഈ രീതിയിൽ വേണം നമ്മൾ മിക്സിംഗ് ഒക്കെ പഠിക്കാനും. അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ക്ലോത്തിൽ അടിക്കുന്നതിന് മുന്നേ തന്നെ ഈ പാലറ്റിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഇതിൻ്റെ ആ മിക്സിങ് കണ്ടൻറ്റ് അല്ലെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് എന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഒരു പേപ്പറിൽ ജസ്റ്റ് വരച്ച് നോക്കിയാൽ മതി. അപ്പം നമുക്ക് അറിയാൻ പറ്റും ഏത് ഷെയ്ഡാണ് കിട്ടുക എന്നുള്ളത്. ഇനി കുറച്ച് ഓറഞ്ച് എടുത്ത് നോക്കാം. ഓറഞ്ചിൻ്റെ കൂടെ നമുക്ക് വേറെ കളർ മിക്സ് ചെയ്യാം. അതുപോലെ ഒട്ടും ഒരുപാട് ഇപ്പോൾ പെയിൻറ്റ് കുറച്ച് കട്ടി ആയിട്ടുണ്ട് എന്നാണെങ്കിൽ ലൈറ്റായിട്ട് മാത്രമാണ് വെള്ളം മിക്സ് ചെയ്യാൻ പാടുള്ളൂ. കൂടുതലായിട്ട് വെള്ളം മിക്സ് ചെയ്യാൻ പാടില്ല. ഇതിപ്പോൾ ഒരു ലെമൺ യെല്ലോ ആണ്. നമുക്ക് ഓറഞ്ചിൻ്റെ കൂടെ ലെമൺ യെല്ലോ മിക്സ് ചെയ്ത് നോക്കാം. ലെമൺ യെല്ലോ ഭയങ്കര കട്ടിയായിട്ടുണ്ട്. നോക്കാം, ജസ്റ്റ് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഒരു കളറിന് കുറച്ച് ഉള്ള ടോണിലെക്കാട്ടിയും ലൈറ്റർ ആക്കണം എന്നാണെങ്കിൽ വൈറ്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഓറഞ്ച് ഞാനിപ്പോൾ കുറച്ച് ലെമൺ എല്ലാം ആഡ് ചെയ്തപ്പോൾ കുറച്ച് ലൈറ്റർ ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളത്. ഓറഞ്ച് എന്ന് പറയുന്നത് നല്ല ഡാർക്കർ ടോണാണ്. ഈ കളേഴ്സിൽ കിട്ടുന്നത് കുറച്ച് ഡാർക്കർ ഓറഞ്ച് തന്നെയാണ്. പക്ഷേ അതിന് നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഓറഞ്ചാണ് വേണ്ടതെന്നാണെങ്കിൽ നമുക്ക് വൈറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ലൈറ്റർ ടോണായിരിക്കും കിട്ടുക. അതുപോലെ തന്നെയാണ് ഏതൊരു കളറിൻ്റെ കൂടെയും വൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റർ ഷെയ്ഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഓറഞ്ച് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചൊന്ന് ഗ്രീൻ ആഡ് ചെയ്ത് നോക്കാം. എപ്പോഴും ബോട്ടിലിൽ നിന്ന് പെയിൻ്റ് എടുക്കുന്ന സമയത്ത് ലൈറ്റായിട്ട് ഒരു ഡ്രോപ്പ് ഒറ്റിച്ചിട്ട് വേണം എടുക്കാൻ. അല്ലെങ്കിൽ നമ്മളുടെ ഈ ബോട്ടിലിൽ വേറെ പെയിൻറ്റ് മിക്സായി പോകും. അപ്പോൾ നമുക്കത് ആ ബോട്ടിലിൽ പിന്നെ അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വേറെ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ആ കളറും കൂടി മിക്സായിട്ടാണ് വരിക. അപ്പോൾ ജസ്റ്റ് ഓരോരോ ഡ്രോപ്പ് മാത്രം ബ്രഷിൽ ചെറിയൊരു ഡ്രോപ്പ് മാത്രം ആക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഓറഞ്ചും കുറച്ച് ഗ്രീനും നല്ലൊരു ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളത്. ബ്രൗണിഷ് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും കളർ മിക്സിങ്ങിന് മുൻപായിട്ട് ബ്രഷ് വാഷ് ചെയ്തിട്ട് നല്ലപോലെ തുടയ്ക്കണം. നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ എപ്പോഴും ബോട്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് എടുക്കുന്ന സമയത്ത് കുറച്ച് ഇപ്പോൾ ഒന്ന് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തോളൂ. ഫാബ്രിക് കളേഴ്സിൽ കുറച്ച് മുകളിൽ വെള്ളം നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്താലാണ് അത് മിക്സ് ആവുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഗ്രീനിൽ കുറച്ച് ഈ യെല്ലോ മിക്സ് ചെയ്തിട്ട് ക്രോം യെല്ലോ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ലീഫ് ട്രൈ ചെയ്ത് നോക്കാം. ക്രോം യെല്ലോ എടുത്തിട്ടുണ്ട്. ക്രോം യെല്ലോവും
നല്ലൊരു ഷെയ്ഡാണ്. ഗ്രീൻ കളർ പ്ലസ് ക്രോം യെല്ലോ. ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ലൈറ്റ് ഗ്രീനും ക്രോം എല്ലാം കൂടി മിക്സ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ലൈറ്റായിട്ട് വൈറ്റ് എടുക്കുന്നുണ്ട്. വൈറ്റ് കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഓക്കെ, വൈറ്റിൻ്റെ കൂടെ നമുക്ക് ബേൺ സിയന്ന ആഡ് ചെയ്യാം. ഒരു ലൈറ്റർ ടോണിന് വേണ്ടിയിട്ട് ലൈറ്റായിട്ടാണ്, ഒരു ഡ്രോപ്പ് ജസ്റ്റ് ഇത്രേ എടുത്തിട്ടുള്ളൂ. നമ്മളധികം ബ്ലൂ ട്രൈ ചെയ്തിട്ടില്ല. ബ്ലൂ നോക്കാം. ബ്ലൂ ആഡ് ചെയ്തിട്ട് കുറച്ചൊരു ലൈറ്റ് കളറാക്കാൻ വൈറ്റ് കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ബ്ലൂ വളരെ കുറച്ച് ബ്ലൂ. എന്നിട്ട് വൈറ്റിലൊക്കെ ഡിപ്പ് ചെയ്യണ സമയത്ത് നന്നായിട്ട് ബ്രഷ് വാഷ് ചെയ്യണം. എന്നിട്ടാണ് ഡിപ്പ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വൈറ്റ് എന്തായാലും എല്ലാം മിക്സ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ ചേഞ്ച് വരും. ലൈറ്റർ ടോണായിട്ടുണ്ട്. ബ്ലൂ ഇപ്പോൾ ഒന്നും നമ്മൾ ലൈറ്ററാക്കി. ഇനിയിപ്പോൾ ഇതിലും കുറച്ചും കൂടി ലൈറ്റർ ആണെങ്കിൽ ഒന്നും കൂടി ലൈറ്ററാക്കാം. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ടോൺ കിട്ടിയിട്ടുണ്ട്. ലൈറ്റ്, വളരെ ലൈറ്റായിട്ടുള്ള ഒരു ബ്ലൂ. ഇങ്ങനെയാണ് നമ്മൾ കളർ മിക്സിങ് എങ്ങനെയാണ് അതിന് ഓരോന്ന് മിക്സ് ചെയ്യണ സമയത്ത് ഏത് കളറായിരിക്കും കിട്ടുക എന്നുള്ളത് നമ്മളിങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഓരോ കളേഴ്സ് എടുത്തിട്ടും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വരും ഏതൊക്കെ കളർ മിക്സ് ചെയ്യുമ്പോഴാണ് എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത്. ഇനി ലൈറ്റായിട്ട് ഒരു ബ്ലാക്ക് എടുക്കണ്ടേ. ബ്ലാക്ക്, വളരെ കുറച്ച് ബ്ലാക്ക്. അതിൽ ഞാൻ വൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രേ ടോണാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ലൈറ്റായിട്ട് ബ്ലാക്കും കൂടുതൽ വൈറ്റും. അപ്പോൾ ഒരു കളർ ഇപ്പോൾ നമ്മൾ ഏതാണോ കൂട്ടുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് മറന്നു പോകരുത്. കാരണം നമ്മൾ ഷെയ്ഡിങ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ വൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ലൈറ്റ് ആവും, ബ്ലാക്ക് കൂട്ടി കഴിഞ്ഞാൽ ഡാർക്കർ ടോണർ ആവും. ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ ബ്ലൂവിൻ്റെ കൂടെ വൈറ്റ് മിക്സ് ചെയ്തു. അപ്പോൾ വൈറ്റ് കൂടുതൽ എടുത്താൽ ലൈറ്റ് കളർ കിട്ടും. കുറച്ചും കൂടി ഡാർക്ക് ആക്കണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ബ്ലൂ എടുത്താൽ മതി. അപ്പോൾ എല്ലാ കളേഴ്സും അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓരോരോ കളേഴ്സ് എങ്ങനെയാണ് അതിൻ്റെ ലുക്ക് ഉണ്ടാവുക എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കൊന്ന് ഒരു പിങ്ക് ഷെയ്ഡാക്കി നോക്കാം. വൈറ്റിൻ്റെ കൂടെ കുറച്ച് അധികം വൈറ്റും ഒരു പിഞ്ച് റെഡ് മിക്സ് ചെയ്യുക. അപ്പം നമുക്ക് നല്ലൊരു പിങ്ക് കിട്ടും. അപ്പം നല്ലൊരു പിങ്കാണ് കിട്ടിയിട്ടുള്ളത്.
ഈ രീതിയിൽ ഓരോ കളേഴ്സും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ അതെല്ലാം മിക്സിങ് വേണ്ട, ഡയറക്റ്റായിട്ട് കൊടുക്കണം എന്നാണെങ്കിലും കൊടുക്കാം, അതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഒരു കളർ എടുത്തിട്ട് ഡയറക്റ്റായിട്ട്, ഇപ്പോൾ ഞാനൊരു മജന്ത എടുത്ത് ഡയറക്റ്റായിട്ട് അടിച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ കളർ മിക്സിങ്ങൊക്കെ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Bye.